നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസ് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. അന്വേഷണത്തിനുള്ള സ്പെഷ്യൽ ടീമിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചു. ഭീമമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കവാടത്തിൽ സംഗമിച്ചു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനം നേടിയ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിക്ടറി ഡേ ആഘോഷിച്ചു. മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരായ അധ്യാപകരെയും അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസ് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. ഇൻസ്പെക്ടർമാരായ സജീവ് എം കെ, അമൃത് രംഗൻ, ദാസ് പി കെ, ബിജു വി, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് എൻ, സൂരജ് സി എസ്, എബിൻ സി എൻ, സലീം കെ, പാട്രിക് പി വി എന്നിവരും ജില്ലാ ക്രൈം സ്ക്വാഡും സൈബർ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡും ഉൾപ്പെടുന്ന 25ഓളം പേരടങ്ങുന്ന ടീമിനാണ് കേസന്വേഷണം നടത്തുന്നതിനുള്ള ചുമതല. അന്വേഷണത്തിനുള്ള സ്പെഷ്യൽ ടീമിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭീമമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കവാടത്തിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി MR വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. KJ ശ്രീജിത്ത്, കോട്ടപ്പുറം മർച്ചന്റ് സെക്രട്ടറി ഷാജു, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് PK സത്യശീലൻ, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത, ജില്ലാ സെക്രട്ടറി സിനി സെൽവരാജ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറിമാരായ MS സാജു, PM മുഹിയുദ്ദീൻ, കോർഡിനേറ്റർ PR ബാബു, PRO രാജീവൻ പിള്ള, യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് പിള്ള, ത്രിദീപ്, വനിതാ വിംഗ് നേതാക്കളായ സുപ്രഭ, ഉണ്ണികൃഷ്ണൻ, സ്മിത, അനിൽ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനവും കലാമേളയിൽ 2ാം സ്ഥാനവും ശാസ്ത്ര സാങ്കേതിക മേളയിൽ 3ാം സ്ഥാനവും നേടിയ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിക്ടറി ഡേ ആഘോഷിച്ചു. മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരായ അധ്യാപകരെയും പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ അധ്യക്ഷ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ഒരു വിക്ടറിയുടെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും. ഇതിനു മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ മത്സരത്തിലും ഈ സ്കൂൾ മികച്ച വിജയം കൈവരിച്ചു. ഇപ്രാവശ്യം വിജയം ആവർത്തിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർ, ഈ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ സ്കൂൾ പഠനത്തിൽ മാത്രമല്ല കലാകായിക മത്സരങ്ങളിലും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ വിഭാഗം ചെയർപേഴ്സൺ LC പോൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് അജയൻ KA, വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു. അധ്യാപകനായ ജോർജ് സ്റ്റീഫൻസന്റെ വിക്ടറി ഡേ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക പ്രദർശനവും സംഘടിപ്പിച്ചു. സ്കൂളിലെ അധ്യാപകരും അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക ചടങ്ങിൽ MLA പ്രകാശനം ചെയ്തു. ക്ലാസ് മുറികളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് MLA യോഗത്തിൽ ഉറപ്പു നൽകി. തുരുത്തിപ്പറമ്പ് വരപ്രസാദനാഥ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യനോസിന്റെ അമ്പുതിരുനാളിന് കൊടികയറി. ഫാദർ ജോർജ് പാലമറ്റം കൊടികയറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ പോളി പുതുശ്ശേരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുനാൾ കൺവീനർ ലിബിൻ മുരിങ്ങലേത്ത്, കൈക്കാരന്മാരായ ജോയ് ആച്ചാണ്ടി, ജോബിൻ നായത്തോടൻ, അഡ്വക്കേറ്റ് സുനിൽ മാളക്കാരൻ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ നിജോ ജോർജ്, ജിൻസൺ ചത്തേലി, ജസ്ബിൻ നായത്തോടൻ, ഡാനിഷ് ഡേവിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ഫാദർ വിനീഷ് വട്ടോളി നിർവഹിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആൻഡോ പാണാടൻ കാർമ്മികത്വം വഹിക്കും.
ഫാദർ നവീൻ ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവനരഹിതരില്ലാത്ത മഹല്ല് പാർപ്പിട പദ്ധതിയുടെ 3ാമത് ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഡോക്ടർ പി കെ കൊച്ചുമൊയ്തീന്റെ പേരക്കുട്ടി അമീൻ മുഹമ്മദ് ശിലാസ്ഥാപനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണംകുളം അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മിദ്ലാജ് ഫാളിലി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി അഷ്റഫ് ലാംസി, ട്രഷറർ ഹമീദ് വൈപ്പി പാടത്ത്, അബ്ദുൾ കരീം മൗലവി, നൌഷാദ് ചളിങ്ങാട്ട്, അഷ്റഫ് മാണിക്കുന്നത്ത്, അഷ്റഫ് പടിയത്ത്, മൊയ്തീൻ കുട്ടി പന്തലാംകുളം, മൊയ്തീൻ എടച്ചാലിൽ, ഹുസൈൻ കുട്ടി എന്നിവർ സംസാരിച്ചു. ഈ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറെ വീട്ടിൽ ഡോക്ടർ പി കെ കൊച്ചുമൊയ്തീൻ എന്നവരുടെ കുടുംബത്തിലൊരു അംഗമാണ് ഈ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മകൻ ഒരു അംഗമാണെന്നാണ് അങ്ങനെ പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇത് ആര് പണിയുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നെയ്യത്ത് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാണ് ഈ വീടിന് കല്ലിടുന്നതും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുത്താപ്പയുടെ പേരിലാണ് ഈ വീട് ഹദി ചെയ്യുന്നത്. ഐറുക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ മുത്താപ്പയുടെ പേര്. ഇവിടെ ഈ മഹലിൽ ഇത് കൂടാതെ 2 വീട് കൂടി അദ്ദേഹം ചെയ്തു നൽകിയിട്ടുണ്ട്. അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പയായ കൊച്ചുക്ക എന്നുള്ള പേരിലും അബ്ദുക്ക എന്ന പേരിലും ഇവിടെ 2 വീടുകൾ ഈ പറമ്പിലുണ്ട്. കോണത്തുകുന്ന് പൈങ്ങോട് ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് ആരംഭിച്ചു. ഈ മാസം 23 വരെ നീണ്ടു നിൽക്കുന്ന കളമെഴുത്തുപാട്ടുത്സവം കൂട്ടിയെഴുന്നള്ളിപ്പോടെ സമാപിക്കും. മനക്കലപ്പടി പുതിയകാവ് ക്ഷേത്രം, അരീപ്പാലം പതിയംകുളങ്ങര ദേവീക്ഷേത്രം, ഖണ്ഡാകർണ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ദേവീ ദേവന്മാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽത്തറയ്ക്ക് സമീപം സംഗമിക്കുന്നതാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. തുടർന്ന് പഞ്ചാരിമേളം ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസ് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. അന്വേഷണത്തിനുള്ള സ്പെഷ്യൽ ടീമിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ചു. ഭീമമായ തൊഴിൽ നികുതി വർധനവിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നഗരസഭാ കവാടത്തിൽ സംഗമിച്ചു. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനം നേടിയ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ വിക്ടറി ഡേ ആഘോഷിച്ചു. മേളകളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരായ അധ്യാപകരെയും അനുമോദിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.